വാത്സല്യം. ഓക്കെ അബ്ദുള്ള നരസിംഹം. മീശമാധവൻ. ശരി, പുതിയൊരു ചോദ്യം, പുതിയ ഏതെങ്കിലും ഒരു പാട്ട്. ഹണീബി. തേന്മാവിൻ കൊമ്പത്ത്. അതിനകത്ത് ആരൊക്കെ അഭിനയിച്ചിരിക്കുന്നത്? അതിനകത്ത് ഇവിടെ നിൽക്കുന്ന ഒരാളുണ്ട്. ഇവിടെ അഭിനയിച്ചേക്കുന്ന ഒരാളുണ്ട്. ബാലതാരമായിട്ട്. അടിപൊളിയായിട്ട് നൗഫലേ. അടിപൊളി നൗഫൽ. ആടിയൊരു നൗഫൽ പുകുതി. ഇത്രയും ഇതിനെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഇത്രയും സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഫാദേഴ്സിന് അതെ ഇങ്ങനെ ഒരു ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ടായിട്ടില്ല. ഇത്രയും സന്തോഷമുള്ള ഇങ്ങനെ എല്ലാവരും പറയുകയും ഇത്രയും നല്ല ആൾക്കാരൊക്കെ കണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം അല്ലേ. ഐശ്വര്യമായിട്ടുള്ള ഈസ്റ്റർ ആയിരുന്നു നമുക്ക് എന്തായാലും. അതായത് ശരിക്കും പറഞ്ഞാൽ ദൈവങ്ങളെ കണ്ടതുപോലെയാണ്. തമിഴിൻ്റെ ഒരു ഫാദർ ഒരു അൻപെന്ന് പറഞ്ഞാൽ തമിഴിൽ സ്നേഹം എന്നാണ്. എന്നൊരു പാട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും വേണ്ടി അത് ആ പാട്ട് സമർപ്പിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഡെഡിക്കേഷനും കൃപയ്ക്കും എല്ലാവർക്കും അതിലുള്ള എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. എല്ലാ നന്മകളും ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. നന്ദി. അതുപോലെ തന്നെ എല്ലാവരോടും പ്രത്യേകിച്ച് ഈ സാറിനോടും എല്ലാവരോടും ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃപയിലേക്ക് റെഫർ ചെയ്യും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ അവരെടുത്ത് പരിപാലിച്ച് ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവരുടെ പാരൻസ് ഉള്ളിടത്തോളം കാലം ഇവരുടെ ലൈഫ് സെക്യൂർ. പാരൻസിൻ്റെ കാലം കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഇവരെ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആക്കി വെക്കുക, ഇവരുടേതായ രീതിയിൽ ജീവിക്കാനായിട്ട് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് കൃപയുടെ ലക്ഷ്യമായിട്ട്. അതായത് ദൈവം മനുഷ്യരൂപേണ എന്ന് പറയുന്നത് നിങ്ങളൊക്കെയാണ്. ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു. വെൽക്കം.